അപ്പോൾ നമ്മൾ അധികമായ ധനം കൊടുക്കുന്നത് ഉൽപാദനത്തിന്റെ വർധനവിന് കാരണം ആൾക്കാർ കൂടുതലായി ഇത് ചെയ്യാൻ തയ്യാറാവുന്നു. അത് പറഞ്ഞ വിൽ കോസ്റ്റ് ഹയർ സോവിംഗ് ആൻഡ് പ്രൊഡക്ഷൻ ഓഫ് ദീസ് ഫുഡ് ഗെയിൻസ് എന്നാണ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട്. ദി അനൗൺസ്മെന്റ് ഓഫ് അഡീഷണൽ ബോണസ് ഓൺ പാഡി ആൻഡ് വീറ്റ് ഓവർ ആൻഡ് അബവ് MSP by some state governments including the government of Kerala will cause higher sowing and production of these food grains എന്നാണ്. എന്തൊരു ഇരട്ടത്താപ്പാണ് ഇവർ കാണിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അടക്കമുള്ളവർ കർഷകരെ സഹായിക്കാനുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുകയും കേരളത്തിൽ പോലും BJP കുട്ടനാട് അടക്കമുള്ള പ്രദേശങ്ങളിൽ നമ്മളുടെ മുൻ ഗവർണർ ശ്രീ കുമ്മനം രാജശേഖരന്റെ നേതൃത്വത്തിൽ ഒരു സമിതിയെ നിയോഗിച്ച് പഠനം നടത്തുകയും അദ്ദേഹം എന്നെ ഉൾപ്പെടെ കണ്ടതാണ്. ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് ഒന്നിച്ച് വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് മുമ്പാകെ പോയി ഇക്കാര്യം സംസാരിക്കാം. കൂടുതൽ തുക ഇതിനകത്തേക്ക് നീക്കി വെക്കേണ്ടതുണ്ട്. ഉൽപാദനവുമായി ബന്ധപ്പെടുത്തി നമ്മുടെ ചെലവുകൾ കണക്കാക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഇടത്ത് കേന്ദ്ര ഗവൺമെന്റ് സമീപനം നോക്കൂ, ഈ രംഗത്തുനിന്ന് മാറണം എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇതിനെ എക്സിസ്റ്റിംഗ് ബോണസ് പോളിസി റിവ്യൂ ചെയ്യണം എന്നാണ്. എന്നിട്ട് വീണ്ടും പറയുന്നു, ഐ റിക്വസ്റ്റ് യു ടു റിവ്യൂ ദി എക്സിസ്റ്റിംഗ് ബോണസ് പോളിസി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ് ആൻഡ് കൺസിഡർ ഡിസ്കണ്ടിന്യൂയിങ് ദ ബോണസ് ഓൺ വീറ്റ് ആൻഡ് പാഡി. കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് ആവശ്യപ്പെടുകയാണ്, ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്ന് ആവശ്യപ്പെടുകയാണ്. ഇതിനെ ഇരട്ടത്താപ്പെന്നോ കർഷകദ്രോഹമെന്നോ ഒന്നും പറഞ്ഞാൽ മാത്രം മതിയാവുകയില്ല എന്നുള്ളതാണ്. ചില ന്യായങ്ങളൊക്കെ പറയുന്നുണ്ട്. വൈക്കോല് കത്തിക്കുന്നു, കൂടുതൽ വെള്ളം ഈ ധാന്യ ഉൽപാദനത്തിന്, പ്രത്യേകിച്ച് നെല്ലിന്റെയും ഗോതമ്പിന്റെ ഉൽപാദനത്തിന് വേണ്ടി വരുന്നു. ഇത്തരം വാദഗതികളൊക്കെ ഉയർത്തിയിട്ട് ആഭ്യന്തര ഉൽപാദനം പര്യാപ്തമായ ഓയിൽ സീഡ്സും പൾസസും ഒക്കെ നമ്മളിപ്പോൾ ഇറക്കുമതി ചെയ്യുകയാണ്, അതുകൊണ്ട് അതിലേക്കൊക്കെ നീങ്ങണം എന്നൊക്കെയുള്ള ഒരു വർത്തമാനം കൂടി പറയുകയാണ്. അപ്പൊ ഇത് ആസൂത്രിതമായ ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിനെല്ലാം കാണേണ്ടി വരുന്നത്. നമ്മുടെ കേന്ദ്ര സർക്കാർ തന്നെ അതിന്റെ കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് അവരാണ് ഇതിന്റെ കണക്ക് രേഖപ്പെടുത്തുന്നത്. ഓരോ കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിട്ട് കണക്ക് തയ്യാറാക്കുന്നത് കമ്മീഷൻ ഫോർ അഗ്രികൾച്ചറൽ കോസ്റ്റ് ആൻഡ് പ്രൈസസ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവർ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ നെല്ലിന്റെ ഉൽപാദന ചെലവ് കിലോയ്ക്ക് 15 രൂപ 79 പൈസയാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ ഉൽപാദന ചെലവിന്റെ 1.5 ഇരട്ടി കണക്കാക്കിയാണ് കുറഞ്ഞ താങ്ങുവിലയായി 29 രൂപ 69 പൈസ കണക്കാക്കുന്നത്. CSEP തന്നെ പറഞ്ഞേക്കുന്നത് കേരളത്തിൽ നെല്ലിന്റെ ഉൽപാദന ചെലവ് കിലോയ്ക്ക് 21 രൂപ 46 പൈസയായി കണക്കാക്കിയിട്ടുണ്ടെന്നാണ്. അതിന്റെ 1.5 മടങ്ങ് കണക്കാക്കിയാൽ കേരളത്തിന് കേന്ദ്ര ഗവൺമെന്റ് തന്നെ MSP ആയി 32 രൂപ 19 പൈസ നൽകേണ്ടതാണ്. അത് നൽകാതിരിക്കുകയും നമ്മൾ നൽകുന്ന സ്റ്റേറ്റ് ഇൻസെന്റീവ്സ് വളരെ ദോഷകരമായി രാജ്യത്തിന് ബാധിക്കുന്നു, ഒരു ബർഡനായി തീരുന്നു എന്നും പറയുകയും നിങ്ങൾ അതുകൊണ്ട് അടിയന്തരമായി ഈ കാര്യം പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്ന്, പരിശോധിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് നമ്മളോട് പറയുകയും ചെയ്യുന്നു എന്നുള്ള തരത്തിൽ വരുന്നത്. ഡിസ്കണ്ടിന്യൂ ആണ്, കൺസിഡർ ഡിസ്കണ്ടിന്യൂ ദ ബോണസ് ഓൺ വീറ്റ് ആൻഡ് പാഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങേയറ്റം അപകടകരമായ ഒരു സ്ഥിതിവിശേഷത്തെ സംജാതമാക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റ്. നമ്മൾ നേരത്തെയൊക്കെ പറയുന്നതിനേക്കാൾ കടുത്ത അവഗണന മാത്രമല്ല, ക്രൂരമായ നിലപാട് സ്വീകരിക്കുകയാണ്. നമ്മൾ വർദ്ധിപ്പിച്ച് നൽകണം എന്നും സ്റ്റേറ്റ് സ്പെസിഫിക്കായി MSP തീരുമാനിക്കണം എന്നുമാണ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് കൂടുതൽ ഉൽപാദന ചെലവ് വരുന്നുണ്ട്. മറ്റ് സംസ്ഥാനം പോലെയല്ല നമ്മുടെ സംസ്ഥാനത്തുണ്ടാവുന്ന ഇതുമായി ബന്ധപ്പെട്ട ചിലവുകൾ എല്ലാം. പഞ്ചാബിലാണെങ്കിൽ നെല്ലിന്റെ ഉൽപാദനത്തിന്റെ ചെലവ് അവർ കണക്കാക്കിയിരിക്കുന്നത് തന്നെ 9 രൂപ 67 പൈസയാണ്. അപ്പൊ നമുക്ക് അങ്ങനെയല്ല, നമ്മൾ തന്നെ CSEP തന്നെ പറയുന്നത് കേരളത്തിന്റെ ഉൽപാദന ചെലവ് 21 രൂപ 46 പൈസ, അതിന്റെ 1.5 മടങ്ങ് നൽകേണ്ടതുണ്ടെന്ന് പറയുമ്പോൾ അത്ര നൽകാതിരിക്കുന്നു. കേരളത്തിലെ നെൽകർഷകരെ സഹായിക്കാൻ കേരള ഗവൺമെന്റ് ചെയ്യുന്ന നടപടികൾ തിരുത്തണം എന്ന് പറയുന്നു. ഇന്ന് ആദരണീയരായ എൽദോസ് കുന്നപ്പള്ളിയും AP അനിൽകുമാറും PC വിഷ്ണുനാഥും CR മഹേഷും കേരള ഉൽപാദനക്ഷമത ഉയർന്നിട്ടുണ്ടോ എന്നെല്ലാം ചോദിച്ച് ആ ചോദ്യങ്ങൾ ഇക്കാര്യങ്ങൾ കൂടി ചേർത്ത് ചർച്ച ചെയ്യേണ്ടുന്ന അതീവ ഗൗരവതരമായ കാര്യം ഇരിക്കുമ്പോൾ അതിൽ നിന്ന് പ്രതിപക്ഷം കൂടി മാറി നിന്ന് BJPയുടെ കേന്ദ്ര ഗവൺമെന്റിനെ സഹായിക്കാൻ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലാത്തതായിരുന്നു. ഇന്ന് കേരളം നിയമസഭയിലെ ചോദ്യോത്തരവേളയിലായാൽ പോലും നമുക്ക് കേരളത്തിൽ ശക്തമായ പ്രതിഷേധം അലയടിക്കേണ്ടതായിരുന്നു. ജനാധിപത്യ സംവിധാനത്തിൽ നമ്മളുടെ നിയമസഭ
അത്തരമൊരു സംവിധാനത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് പ്രതിഷേധങ്ങൾ രേഖപ്പെടുത്തേണ്ടിയിരുന്ന, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തേണ്ടിയിരുന്ന ഒരവസരം ഒഴിവാക്കിയപ്പോൾ ഫലത്തിൽ അതിന്റെ ഗുണം ലഭിക്കുന്നത് തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്.